ഹായ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വാഴപ്പിണ്ടിയും ചെറുപയറും ഇട്ട തോരനാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ തോരൻ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടത്. കൂടുതലും ഓണത്തിന് അച്ചിങ്ങപ്പയർ തോരൻ അല്ലെങ്കിൽ ക്യാബേജ് തോരനൊക്കെയാണ് നമ്മൾ കാണാറ്. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനായാലോ. വാഴപ്പിണ്ടിയും ചെറുപയർ തോരനും വളരെ ടേസ്റ്റിയുമാണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു തോരനാണ്. ഇതുണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ വാഴപ്പിണ്ടി തയ്യാറാക്കാൻ അറിയാത്ത കുറേ പിള്ളേരുണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ വാഴയുടെ സ്റ്റെമ്മാണ്. അതിൻ്റെ പുറത്ത് ഈ ലേയേഴ്സൊക്കെ പീൽ ചെയ്ത് ഉള്ളിലത്തെ ടെൻഡറായിട്ടുള്ള സ്റ്റെം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈസ്. ഞാൻ സാധാരണ ഇതിൻ്റെ പകുതി വെക്കാറുള്ള ഒരു നേരത്തേക്ക്. ഇനിയിപ്പോൾ ഇതെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നാക്കണ രീതി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വെട്ടിയെടുക്കുന്ന പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ കളർ മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഏറ്റവും കുറച്ച് കട്ടി ഉണ്ടാവും, അത് വെട്ടിക്കളയാം. എന്നിട്ട് നമുക്കിത് സ്ലൈസ് ചെയ്യുമ്പോൾ കാണാം. ഇതൊരു പശമുള്ളൊരു നാരുണ്ടാവും, ഒരു പശപ്പുള്ളൊരു നാര്. ഇതിങ്ങനെ വിരലിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി എടുത്താൽ ഇത് എളുപ്പമായിട്ട് മാറ്റിക്കളയാൻ പറ്റും. ചിലർ ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്യും ഇതിനു വേണ്ടി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിരൽ കൊണ്ട് ഈ വട്ടത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തതിന് ശേഷം ഓരോ സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ വട്ടം കറക്കിയാൽ അത് നമ്മുടെ വിരലുമേൽ ഇങ്ങനെ പോരും. ഇത് അത്യാവശ്യം നാരമുള്ള പിണ്ടിയാണ് കേട്ടോ. ചില പിണ്ടിക്ക് കാണാൻ അത്രയും നാരൊന്നും കാണില്ല. അപ്പോൾ ഇതുപോലെ തന്നെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ചുറ്റുമുള്ള നാരിങ്ങനെ മാറ്റിക്കളയാം. ഇതിൻ്റെ അറ്റത്തുനിന്ന് നോക്കിയാൽ ഇതുപോലെ പിച്ചി കളഞ്ഞാലും നന്നായിട്ട് പോരും. അപ്പോൾ പറ്റണ അത്രയും ഇതുപോലത്തെ ഈ പശപ്പുള്ള ഈ നാരൊക്കെ കളയാൻ നോക്കണം. അപ്പോൾ അരിഞ്ഞു വരുമ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പിണ്ടി. അങ്ങനെ മുഴുവൻ നമ്മൾ അത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ഡൈസായിട്ട് മുറിക്കണം. അതിന് വേണ്ടി ഒരു 5-6 എണ്ണം വട്ടത്തിൽ മുറിച്ചത് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ചെറിയ ഡൈസ് ഇതുപോലെ. അപ്പോൾ അത് നമുക്ക് വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം, എല്ലാം ചോപ്പ് ചെയ്ത് കഴിയണവരെ. അങ്ങനെ എല്ലാ പിണ്ടിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരുപാട് നേരം വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതുപോലത്തെ ഒരു പപ്പടം കുത്തിയോ ഇങ്ങനത്തെ വല്ല സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വട്ടം കറക്കി കൊടുത്താൽ ഇതിൻ്റെ ആ നാര് കുറച്ചും കൂടി പോരും. കണ്ട, നന്നായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് ഈ നാര് കളയാൻ സാധിക്കും. അപ്പോൾ ഇതിനി ഒരുപാട് നേരം വെള്ളത്തിൽ വെക്കേണ്ട കാര്യമില്ല. വേഗം നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെക്കാം. കുക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ പയറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. പയർ ഒരു 3-4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. രാത്രി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ കുക്കറിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ പയർ കുറച്ചധികം നേരം വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ വെറുതെ വേവിച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇടുന്നത്. ഇത് 1/2 കപ്പ് ചെറുപയറാണ്. 1/2 കപ്പ് ചെറുപയറിന് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 3 സ്റ്റീമിൽ എൻ്റെ പയർ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പയർ അനുസരിച്ചിട്ട് വേണം. പിന്നെ ചിലർ വൻപയറും ഉപയോഗിക്കും ഈ ചെറുപയറിന് പകരം. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കുക്കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് വേവിച്ചെടുക്കാനുള്ളതുള്ളൂ. അപ്പോൾ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിണ്ടിയുടെ അളവ് നമുക്ക് നോക്കാം. 1/2 കപ്പ് ചെറുപയറല്ലേ എടുത്ത് വെക്കുന്നത്. അതിനൊരു 3 ഇതുപോലത്തെ 2 കൈ വെച്ച് പിടിക്കാൻ 3 പിടി കിട്ടുന്നുണ്ട്. അത്രയും ഉണ്ട് ഒരു ബൗള്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇടാം. പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 5-7 മിനിറ്റിൽ പാകത്തിനൊന്ന് വെന്തിട്ടുണ്ടാവണം. ഒരുപാട് നേരം വേവാനും പാടില്ല. ചെറിയൊരു കടി ബാക്കി നിൽക്കണം. എന്നാൽ ഒന്ന് വെന്തിട്ടുണ്ടാകും. നമുക്ക് അത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത് വെന്തിട്ടുണ്ടോയെന്ന്. ഉപ്പിടണില്ല ഇപ്പോൾ വേവിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പയറും കുക്കായിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിണ്ടിയും പയറും സെപ്പറേറ്റ്ലി കുക്ക് ചെയ്ത്
ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചെറിയതും, ഒരു 5-8 ഉള്ളി, ചെറിയ ഉള്ളി, അതിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർ ഇതിൽ കുറച്ച് ജീരകവും ചേർക്കും. ഞാൻ ചേർക്കാറുണ്ട്, ഇന്ന് ചേർത്തിട്ടില്ല. ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം വരെയാണ് ആവാം. അപ്പോൾ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചാൽ മതി, ഒന്ന് ഒതുക്കി കിട്ടിയാൽ മതി. അല്ലാണ്ട് കൂടുതലായി പോകരുത്. തോരന് വേണ്ടിയിട്ടാണ്. ഒരു 2-3 പൾസ് ഒക്കെ മതിയാവും. ആ ഉള്ളിയൊക്കെ ചതച്ച് കിട്ടിയ, തേങ്ങയുടെ കൂടെ ചതച്ച് കിട്ടിയ രൂപത്തിലായാൽ മതി. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. കടുക് പൊട്ടിക്കണം. ഒരു 1/2 ടീസ്പൂൺ കടുക്, 2-3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വാഴപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ ചതച്ചതിലും കുറച്ച് മഞ്ഞളുണ്ട്, എന്നാലും കുറച്ച് മഞ്ഞൾ വേണം ഈ പിണ്ടിയുടെ കൂടെ. ഇതൊന്ന് ഈ എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറും ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുക്കി കൊടുക്കാം. കുറച്ചൊരു നനവുണ്ടാവും. ആ നനവ് ഒന്ന് വലിഞ്ഞു വരുന്ന വരെയും ഇതൊന്ന് ചുക്കി കൊടുക്കാം. അപ്പോൾ തോരന് നല്ല പാകത്തിന് ആവും. പിന്നെ ചട്ടി ഓഫാക്കിയിട്ട് അത് മൂടി വയ്ക്കാം. ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കുറച്ച് നേരം കൂടി ഇത് വലിയുമ്പോൾ ആ തോരൻ കറക്റ്റായിട്ട് ആ നനവൊക്കെ പോയിട്ട് പാകത്തിന് കറക്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാഴപ്പിണ്ടി ചെറുപയർ തോരൻ റെഡി. ചോറിന് കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓണൊക്കെ സൂപ്പറാക്കണ്ടേ? വാഴപ്പിണ്ടി തോരൻ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഷാനാസ് സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു.